ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഒരിക്കൽ ശ്രീബുദ്ധനും ശിഷ്യൻ ആനന്ദനും കൂടെ ഒരു ഗ്രാമത്തിലെത്തി. ധാരാളം ആളുകൾ അവർക്ക് ആതിഥ്യം നൽകുവാൻ താൽപ്പര്യപ്പെട്ടു. എന്നാൽ ആ ഗ്രാമത്തിലെ ഏറ്റവും ചെറിയ കുടിലിൽ പാർക്കുവാനാണ് ബുദ്ധൻ തീരുമാനിച്ചത്. ആ വീട്ടുകാർ വളരെ സന്തോഷിച്ചു. എന്നാൽ ഒരു ദിവസം കഠിനമായ മഴ പെയ്തു. അത് നിമിത്തം വേണ്ടുന്ന ഭക്ഷണം തയ്യാറാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഗൃഹനാഥനും നാഥയും കൂടെ മഴ നനഞ്ഞ് അവരുടെ പറമ്പിൽ ചെന്ന് ചില കിഴങ്ങുകളും മറ്റും ശേഖരിച്ച് ഭക്ഷണമുണ്ടാക്കി അവർക്ക് കൊടുത്തു. പക്ഷേ എങ്ങനെയോ അതിൽ വിഷമുള്ള ഒരു കിഴങ്ങ് ഉൾപ്പെട്ടിരുന്നു. അത് ഭക്ഷിച്ച ബുദ്ധൻ വളരെ ക്ഷീണിതനായി. നാഡീഞരമ്പുകൾ തളർന്നു. എല്ലാവർക്കും ആ ഭവനത്തോട് ദേഷ്യമുണ്ടായി. ആനന്ദൻ അവരെ ശകാരിച്ചു. എന്നാൽ ബുദ്ധൻ അവരെ എല്ലാം വിലക്കി. പക്ഷേ ശാന്തനാകുവാൻ ആനന്ദന് കഴിഞ്ഞില്ല. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, നീ ദേഷ്യപ്പെടുന്നതിലൂടെ ഈ വീട്ടുകാർക്ക് നൽകുന്ന പാഠമെന്താണ്? അവർ നമ്മോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ മഴ നനഞ്ഞ് കിഴങ്ങുകൾ ശേഖരിച്ച് നമുക്ക് ഭക്ഷണമുണ്ടാക്കി തന്നത്. അവർക്ക് നീ നൽകുന്ന സന്ദേശം എന്താണ്? മേലിൽ ത്യാഗം സഹിച്ച് ആർക്കും ഗുണം ചെയ്യരുത് എന്നല്ലേ? അത് സമൂഹത്തിൽ എത്ര വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഞാൻ മരിച്ചാലും ധർമ്മം ഒരിക്കലും മരിക്കരുത്. അതിനാൽ നീ ശാന്തനാകണം. ഇവിടെ നന്മ ലാക്കാക്കി പ്രവർത്തിച്ചിട്ടും ഒരബദ്ധം സംഭവിച്ച ആ ദരിദ്ര കുടുംബത്തോട് ആളുകൾക്കുണ്ടായ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. എത്ര വലിയ നന്മ ചെയ്താലും ഒരു ചെറിയ തിന്മ സംഭവിച്ചാൽ അതിനെ പെരുപ്പിച്ച് നന്മ ചെയ്തവർ ഇനി ഒരിക്കലും നന്മ ചെയ്യാതിരിപ്പാൻ പ്രേരിതരാകും വിധം അവരെ പരിഹസിക്കുകയും ദുഷിക്കുകയുമാണ് നാം സാധാരണ ചെയ്യുന്നത്. ആർക്കാണ് അബദ്ധങ്ങൾ പിണഞ്ഞിട്ടില്ലാത്തത്? ചില അബദ്ധങ്ങൾ വളരെ മാരകമാകാം. എങ്കിലും ഉദ്ദേശശുദ്ധിയോടെ പ്രവർത്തിച്ചവരെ നിഷ്കരുണം അപമാനിക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ അനേകർക്കും കഴിയാതെ പോകും. സ്നേഹപൂർവ്വം മറ്റുള്ളവരുടെ നന്മ ലാക്കാക്കി പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും സാധ്യമാകും തക്കവിധം അവരെ സജ്ജമാക്കുവാൻ നമുക്ക് ഇടയാവണം വിധമായിരിക്കണം നാം ഓരോരുത്തരുടെയും പ്രവർത്തന ശൈലി. തെറ്റുകൾ കഠിനമായിരുന്നാലും അവ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുവാൻ അപ്പോൾ മാത്രമേ നന്മ ലോകത്തിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുവാനും മേലിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുവാനും വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ. തെറ്റ് പ്രവർത്തിച്ചവരോട് ക്ഷമിക്കാതിരിക്കുന്നത് അവർ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് എന്നത് ഒരിക്കലും വിസ്മരിക്കരുത്. നാം മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത് അവരുടെ നില മനസ്സിലാക്കി ആവണം. ബലഹീനരെ അവരുടെ ബലഹീനത മനസ്സിലാക്കി സ്നേഹപൂർവ്വം കരുതാൻ കഴിയണം. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് ആവരുത് നമ്മുടെ പ്രതികരണത്തിൻ്റെ മാനദണ്ഡം. മറ്റുള്ളവർക്കും സമൂഹത്തിനും എന്ത് സംഭവിക്കുന്നു എന്നതാവണം. അവരൻ്റെ നന്മയും ലോകത്തിൽ നന്മ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധ്യമാവണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. കോപിക്കുവാനല്ല, ക്ഷമിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.